നോ സാർ, ആക്ച്വലി ഇറ്റ് ഈസ് എ ബിഗ് നോ. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു ബിഗ് നോ പറയാനുള്ള റീസൺ, എനിക്കിഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഈ റീനീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കുട്ടി അത്രയും പാഷനേറ്റ് ആയിരിക്കണം. കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ റീനീറ്റ് എക്സാം. പക്ഷെ അതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ്. സാധാരണ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു റിപ്പീറ്റർ ബാച്ച് പോലെ തന്നെയാണ് പല റിപ്പീറ്റർ ബാച്ചുകളും റൺ ചെയ്യുന്നത്. ആക്ച്വലി ഈ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ഓൾറെഡി NCERT കോൺസെപ്റ്റുകളും എസ്പെഷ്യലി തിയററ്റിക്കൽ നോളജൊക്കെ അവർക്കുണ്ടാവും. ഡോക്ടർ ആവണം എന്നൊരു വലിയ ആഗ്രഹത്തോടു കൂടി നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുകയും സാങ്കേതികയുടെ നിർഭാഗ്യവശാൽ റീനീറ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്ത കുട്ടികൾ നീറ്റ് എക്സാമും റീനീറ്റ് എക്സാമും കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസവും ആ ഒരു കമ്പാരിസണും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ സാറോട് ചോദിക്കുകയാണ്, വളരെ ബേസിക്കായ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഇക്കഴിഞ്ഞ റീനീറ്റ് എക്സാം ടഫായിരുന്നോ സാർ? നോ സാർ, ആക്ച്വലി ഇറ്റ് ഈസ് എ ബിഗ് നോ. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു ബിഗ് നോ പറയാനുള്ള റീസൺ ഒരു അധ്യാപകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ എൻട്രൻസിനെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമാണ് നീറ്റ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞൊരു റീനെറ്റ് എക്സാം ഒരിക്കലും ഡിഫിക്കൽട്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ ഉള്ളിലൊരു തോന്നൽ സാധാരണ വരും. കാരണം എന്താ, ഇപ്പോൾ ഒരു നീറ്റ് കഴിഞ്ഞു, അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കുട്ടികൾ ഈ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് കുട്ടികളോട്, നമ്മളെപ്പോഴും പറയാറുണ്ട് NCERT സിലബസിൽ നിന്ന് വേണം കുട്ടികൾ പഠിക്കാൻ. NCERT സിലബസ് തന്നെയാണ്, അതിൽ 100% ഉറപ്പ്. പക്ഷേ അതൊരു ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ല ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ റിപ്പീറ്റർ കുട്ടി പഠിക്കേണ്ടത്. ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഇൻ ഡെപ്ത് നോളജിൽ കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ആവശ്യത്തിലേറെ MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. MCQ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനിലേക്ക് വരെ കുട്ടി എത്തിച്ചേരണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് 100% പറയാൻ പറ്റും, ആ കുട്ടി നല്ല കട്ട് ഓഫിന് മുകളിലേക്ക്, കട്ട് ഓഫ് എത്രയാണോ അതിനൊക്കെ ഒരുപാട് ഫാർ ബെറ്റർ സ്കോറിലേക്ക് ഈ വർഷവും ഒരുപാട് കുട്ടികൾ നല്ല സ്കോറിങ് ചെയ്യുന്നതായിരിക്കും. റാഫി സാർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. ഞാൻ സാറിനോടൊരു മറുചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീറ്റിൻ്റെയും റീനീറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ സാർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കെമിസ്ട്രി സബ്ജക്റ്റിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ എക്സാം അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് സാറിന് ഇതിൽ നിന്നും പറയാനുള്ളൊരു അഭിപ്രായം? എൻ്റെ ഒരു വ്യക്തിപരവും അതോടൊപ്പം തന്നെ നാം കണ്ടിട്ടുള്ള പഠിക്കുന്ന കുട്ടികളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഈ റീനീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എല്ലാവർക്കും കയറി അങ്ങ് എല്ലാത്തിനും ഉത്തരം എഴുതുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ റീനീറ്റ് എക്സാം. പക്ഷെ അതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോയിന്റ്. അതെ സാർ, ഇപ്പം നമുക്ക് ഫിസിക്സിലേക്ക് വന്നാലും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മൾ രണ്ടുപേരും ലൈവ് കയറിയവരാണ്. യെസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ ഇപ്പം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ 3-4 ലൈൻസ് ആയിരിക്കും, ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ലെങ്തിയാണ്. അപ്പോൾ ഇത് കുറേ സമയം എടുക്കും വായിക്കാൻ. കുട്ടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലാവണം, ഏത് ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഒക്കെ കിട്ടണം. കുട്ടിക്ക് ഇത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് അവനൊരു പെരിഫറൽ ലെവൽ 1, ലെവൽ 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ അവൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളെങ്കിൽ കുട്ടിക്ക് പൊതുവെ ഈ എക്സാം ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നല്ല അധ്യാപകരുടെ അണ്ടറിൽ നല്ല സ്റ്റഡി സിസ്റ്റത്തിൽ കൂടെ പോയ ഒരു കുട്ടി, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഫിസിക്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ, എല്ലാം ഈസി ആണെന്നല്ല, നമുക്കറിയാം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇപ്പം നമ്മുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ് ഒരു 20% ക്വസ്റ്റ്യൻ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ബാക്കി 80% ക്വസ്റ്റ്യനും ഒരു റിപ്പീറ്റ് ചെയ്യുന്ന എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച കുട്ടിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതാണെന്നാണ് എൻ്റെയും വിശ്വാസം. തീർച്ചയായും സാർ, കെമിസ്ട്രിയെ 3 ഭാഗങ്ങളായിട്ടാണ് മാറ്റുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം മെക്കാനിസം ബേസിലൂടെ പഠിച്ചൊരു കുട്ടിയായിരുന്നെങ്കിൽ
വളരെ രസകരമായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇപ്പോൾ SN1 മെക്കാനിസവും SN2 മെക്കാനിസവും അവർ തമ്മിലുള്ള ഡിഫറൻസ് മാത്രം ഒരു തിയററ്റിക്കൽ പഠിക്കുന്നതിനപ്പുറത്തോട്ട് ആ മെക്കാനിസം എങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനിലോട്ട് ഇൻവോൾവ് ചെയ്യാം, ആ മെക്കാനിസം വെച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റ് മനസ്സിലാക്കാം എന്ന രൂപത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അതോടൊപ്പം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഇൻടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസുകളുടെ ലെവൽ ടൈപ്പ്, ആ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനുകൾ, അവിടെ ഉണ്ടാകുന്ന ചില ട്വിസ്റ്റുകൾ, അതൊക്കെ രസകരമായിട്ട് പഠിച്ച് ആ ഒരു കൺസെപ്ച്വൽ ഓറിയൻറ്റിലൂടെ കടന്നുപോയൊരു കുട്ടിയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, വളരെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മുടെ ഫിസിക്സിലേക്ക് എത്തിക്കഴിയുമ്പോഴേ കുട്ടികളോട് വളരെ രസകരമായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ, ഇപ്പോൾ 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുട്ടികളോട് രസകരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റിട്ടാർഡേഷനും നെഗറ്റീവ് ആക്സലറേഷനും ഒന്നാണ്. റിപ്പീറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് കണക്റ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊന്നാണെന്ന് പറയും. ആക്ച്വലി റിട്ടാർഡേഷനും നെഗറ്റീവ് ആക്സലറേഷനും രണ്ടും രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ലെവൽ ഐഡിയ ഇല്ലാതെ പോകുന്നതാണോ നമ്മുടെ പല കുട്ടികളും ഈ എക്സാം ഡിഫിക്കൽട്ട് ആവുന്നതിൽ അവരെ കൺഫ്യൂസിങ് ആക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ബയോളജി ടീച്ചേഴ്സ് പറയുന്നത് ബയോളജി പൊതുവെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പൊതുവെ കിട്ടിയ ഒരു അഭിപ്രായം. ബയോളജി സബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും കാര്യത്തിൽ എന്ത് പഠിച്ചു എന്നതിനപ്പുറത്തോട്ട് എങ്ങനെയാണ് ഇവരിതിനെ പെർഫോം ചെയ്തത്, പഠന കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോയി, ക്വസ്റ്റ്യനിലൂടെ പഠിച്ചോ, ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ കടന്നുപോയി എന്നുള്ളതെല്ലാം ഈ റീനീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമാണ്. സാറേ, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എസ്പെഷ്യലി ഒരു നീറ്റ് എക്സാം എഴുതുന്ന ഒരു കുട്ടിയുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് ഡോക്ടർ ആവുക, നമ്മുടെ നാടിനെ സർവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നീറ്റ് എക്സാം അവരെഴുതി, പിന്നീട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു റീനീറ്റ് എഴുതേണ്ടി വന്നു. ചെറിയൊരു മടുപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് തോന്നാം. പക്ഷേ എൻ്റെ മുമ്പിൽ വന്നൊരു കുട്ടിക്ക് ഡോക്ടറായേ പറ്റൂ, അതാണ് അവൻ്റെ അൾട്ടിമേറ്റ് എയിം. അങ്ങനെ ഒരു കുട്ടിയോട് ആസ് എ ടീച്ചർ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറിന് എന്താണ് അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവനൊരു അടുത്തൊരു സെക്കൻഡ് ചാൻസ് ചൂസ് ചെയ്യണം, എന്താണ് സാറിന് ആ കുട്ടിയോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിക്ക് ഡോക്ടറാവണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിന്, അവസാനം നടന്ന നീറ്റ് എക്സാമിന് ആ കുട്ടി മോശമല്ലാത്തൊരു സ്കോറ് ആ കുട്ടി നേടിയിട്ടുമുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, എക്സാമിൻ്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലായല്ലോ. ആ ലെവൽ എക്സാം പെർഫോം ചെയ്യണമെങ്കിൽ ആ കുട്ടി റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്ത് അക്കാദമിക് പ്ലാനാണോ ആ കുട്ടി മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലൂടെയാണ് ആ കുട്ടി മുന്നോട്ട് പഠിച്ചത് എങ്കിൽ അതിൽ നിന്നും ഒരു വ്യക്തമായ മാറ്റത്തിലൂടെ, അക്കാദമിക് പ്ലാനിലെ വ്യക്തമായ മാറ്റത്തിലൂടെ ഒരു സംശയവും വേണ്ട, ആ കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്തെടുത്താൽ, ആ കുട്ടി റിപ്പീറ്റ് ചെയ്താൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സ്വപ്നമായ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലൂടെ ആ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എക്സാക്ട്ലി സാറേ, എനിക്ക് സാറിൽ നിന്ന് കേൾക്കേണ്ട ആൻസർ തന്നെയാണ് സാർ ഈ പറഞ്ഞത്. കാരണം ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലവും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്കറിയാം, എല്ലാവരും ഫസ്റ്റ് ചാൻസിലൊന്നും തന്നെയല്ല MBBS എഴുതി എടുക്കുന്നത്. തീർച്ചയായും പലരും റീറിപ്പീറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം കുട്ടികളോടും പറയുന്നു, അവരുടെ പേരൻസിനോടും പറയുന്നു, കുട്ടി അത്രയും പാഷനേറ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്നതിനനുസരിച്ച് കഷ്ടപ്പെട്ട് നമ്മോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. സാധാരണ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഒരു റിപ്പീറ്റർ ബാച്ച് പോലെ തന്നെയാണ് പല റിപ്പീറ്റർ ബാച്ചുകളും റൺ ചെയ്യുന്നത്. ആക്ച്വലി ഈ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ഓൾറെഡി NCERT കോൺസെപ്റ്റുകളും എസ്പെഷ്യലി തിയററ്റിക്കൽ നോളജൊക്കെ അവർക്കുണ്ടാവും. ഇപ്പം ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. ഒരു ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. ഇപ്പം ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാൻ ചെല്ലുന്നു. വാട്ട് ഈസ് കുളംസ് ലോ എന്നും പറഞ്ഞ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആ കുളംസ് ലോയുടെ ഇൻ ഡെപ്ത് കോൺസെപ്റ്റ് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നൊക്കെ വരാം, അങ്ങനത്തെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിക്കുക, കോൺസെപ്ച്വൽ ലെവൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. യെസ്, ക്വസ്റ്റ്യനിലൂടെ തന്നെ പഠിക്കുക. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫ്യൂച്ചറിൻ്റെ മെയിൻ എയിമും അത് തന്നെയാണ്. നമ്മുടെ ഒരു അക്കാദമിക് സിസ്റ്റവും അത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് പ്രോപ്പറായിട്ട് ഒരു റിപ്പീറ്റർ ബാച്ചിനെ എങ്ങനെ റൺ ചെയ്യണം എന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി നമ്മുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും കുളംസ് ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലോട്ട് വരുന്നത് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ കെമിസ്ട്രിയിൽ ഹെസ്സസ് ലോ എന്ന് പറയുമ്പോൾ ആ ലോയുടെ ഡെഫിനിഷൻ കുട്ടിക്ക് അറിയാം. പക്ഷേ ആ ലോയുടെ ബേസിലുള്ള ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ, ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ അകത്തോട്ട് വരും എന്നുള്ളതാണ്. സാർ, അങ്ങനെയാണെങ്കിൽ ഈ നടന്ന റീനീറ്റ് പോലൊരു എക്സാം
കുട്ടിയെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയല്ല. ഒരിക്കലും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം MCQ ക്വസ്റ്റ്യൻസ് എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ് സർ. കുട്ടികൾക്ക് അത് തന്നെയാണ് വേണ്ടത്. തീർച്ചയായും അവർ റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല അവർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കാത്തിരിക്കുന്നത്. എവിടെ ഫ്യൂച്ചറിൽ എന്നല്ലേ സാർ? അതെ 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 അതെ. ഈ അവരെ കാത്തിരിക്കുന്നത് അതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാദമിക് പ്ലാനിങ്ങിലും അതുപോലെ ടീച്ചേഴ്സിൻ്റെ പല മീറ്റിങ്ങിലും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മറ്റൊരു രസകരമായ കാര്യമുണ്ട്. അതായത് ഒരു റിപ്പീറ്റർ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ചാപ്റ്റർ എടുക്കാൻ കയറും, നമ്മൾ ആദ്യത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സമയം എടുത്തിട്ട് അതിൻ്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, വാട്ട് ഈസ് മൊബിലിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ച് നിൽക്കുകയല്ല. പകരം നമ്മുടെ ക്ലാസ്സിൻ്റെ പ്ലാനിങ് തന്നെ അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റിലൂടെ അവനെ തിയറി ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് എങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വന്തം ചെയ്യുകയല്ല, നമ്മളായിട്ട് ചെയ്യിക്കുകയല്ല, ആ കുട്ടികളും സ്വയം ഇരുന്ന് ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവിലേക്ക് ആ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മുടെ ടീം തന്നെ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. വർക്ക് ബുക്കിൽ അവരെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയാണല്ലോ നമ്മുടേത്. യെസ്. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഫ്യൂച്ചറിലൂടെ ആകർഷിക്കപ്പെടുന്നു, ഫ്യൂച്ചറിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഈ കുട്ടികൾ ആകർഷിക്കപ്പെടുന്ന എന്ത് എലമെൻറ്റ്സ് ആണ് ഫ്യൂച്ചറിൽ ഉള്ളത് എന്ന് സാർ അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്? ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, റിപ്പീറ്റർ ആയിക്കോട്ടെ റിപ്പീറ്റർ ആയിക്കോട്ടെ, ഇവർക്ക് പ്രോപ്പറായിട്ട് വേണ്ടത് ഒരു അക്കാദമിക് സ്ട്രക്ചറാണ്. ഒരു 1 ഇയർ പ്രോപ്പർ അക്കാദമിക് പ്ലാൻ വേണം. പല കുട്ടികളും നമ്മുടെ ഈ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ്. ഏറ്റവും നല്ല ക്ലാസ്സസ് കൊടുക്കുന്ന ഏറ്റവും നല്ല ഫാക്കൽറ്റീസിൻ്റെ സ്ട്രെങ്ത് നമുക്കുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. ചിലപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ അഡ്വാൻസ്ഡ് ഹൈബ്രിഡ് സിസ്റ്റം? അതായത് ഡേ 1 കുട്ടി ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നു, വെറും ഒരു പഠനമല്ല, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡീപ്പ് ലേണിംഗ്. അതിൽ എല്ലാ ടൈപ്പ് ലെവൽ ക്വസ്റ്റ്യൻസും കുട്ടികളെ കൊണ്ട് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. ഡേ 2 സെൽഫ് സ്റ്റഡിയാണ്. സാർ, നിർബന്ധമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കുട്ടിക്ക് സെൽഫ് സ്റ്റഡി വേണം. കാരണം കുട്ടിയാണ് എക്സാം ഹാളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അവന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം. സെക്കൻഡ് ഡേ ആണ് ഓഫ്ലൈൻ ഡേ. അവരവരുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കംഫർട്ടബിൾ സോണിലിരുന്ന് അവർ പ്രോപ്പർ ഒരു പ്രാക്ടീസ് ഡേ കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തയ്യാറാക്കിയത്. ഇനി ഹോസ്റ്റലിലുള്ള കുട്ടികളെ സംബന്ധിച്ച് 24/7 ഡൗട്ട് ക്ലിയറൻസ് ആപ്പിൻ്റെ സപ്പോർട്ട് മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് നൈറ്റ് ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡൗട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ പറയുകയാണ് ഈ ഏരിയയിൽ ഞങ്ങൾ കുറച്ച് വീക്കാണ്, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അവരുടെ ഹോസ്റ്റലിൽ നമ്മൾ നൈറ്റ് ക്യാമ്പുകൾ വരെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള വലിയൊരു അട്രാക്ഷൻ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഈ എലമെൻറ്റുകളൊക്കെ തന്നെയാണ് ഒരുപാട് റിപ്പീറ്റഡ് സ്റ്റുഡൻസ് നമ്മളെയും നമ്മുടെ സ്ഥാപനത്തിനെയും വിശ്വസിച്ച് ഇന്ന് അഡ്മിഷൻ എടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യെസ് സർ. നമ്മുടെ അക്കാദമിക് സിസ്റ്റത്തോടൊപ്പം തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അഫോർഡബിൾ ഫീസ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, മാത്രവുമല്ല സ്റ്റുഡൻസ് പാരൻസുമായിട്ട് നമ്മുടെ സ്ഥാപനം ഉണ്ടാക്കുന്ന കണക്ഷൻസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്ഥാപനത്തിൽ അവർ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് വളരെ പാഷനാണ് നിങ്ങൾക്കെങ്കിൽ ഈ സിസ്റ്റത്തിലേക്കും ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.